Hi friends, today's video is on Bible translations in British literature. When we study British literature, it is very important to know the Bible translations there in British literature. നമ്മൾ എക്സാംസ് ഒക്കെ എഴുതുമ്പോൾ കാണാൻ സാധിക്കും എല്ലാ വർഷവും തന്നെ ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട് ബൈബിൾ ട്രാൻസ്ലേഷൻസിന്റെ ഇയറിനെ ബേസ് ചെയ്തിട്ട്. അപ്പോൾ നമുക്ക് ഏതൊക്കെയാണ് ബൈബിൾ ട്രാൻസ്ലേഷൻസ് ബ്രിട്ടീഷ് ലിറ്ററേച്ചറുമായിട്ട് കണക്ട് ചെയ്ത് വരുന്നത്, ഇംഗ്ലീഷിൽ വരുന്ന ബൈബിൾ ട്രാൻസ്ലേഷൻസ് ഏതൊക്കെയാണ് എന്ന് നോക്കാം. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ജോൺ വൈക്ലിഫിന്റെ വൾഗേറ്റ്സ് ബൈബിളാണ്. ഇറ്റ് വാസ് പബ്ലിഷ്ഡ് ഇൻ 1382. ഹാൻഡ് റിട്ടൺ ഫോമിലുള്ള ബൈബിളാണ്. ജോൺസ് ഗുട്ടൻബർഗിന്റെ ബൈബിളാണ് അടുത്തത്. ഇറ്റ് വാസ് പബ്ലിഷ്ഡ് ഇൻ 1454. ഫസ്റ്റ് പ്രിന്റഡ് ബൈബിളാണ്. ആൻഡ് ജോൺസ് ഗുട്ടൻബർഗ് പ്രിന്റിംഗ് പ്രസ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് 1450-ലാണ്. അതിനുശേഷം അദ്ദേഹം പ്രിന്റ് ചെയ്തിട്ടുള്ള ബൈബിളാണ് 1454 പ്രിന്റ് ചെയ്ത ബൈബിളാണ് ഗുട്ടൻസ്ബർഗ് ബൈബിൾ. വില്യം ടിൻഡെയിൽസിന്റെ ബൈബിളാണ് 1525 വരുന്നത്. ന്യൂ ടെസ്റ്റമെന്റ് മാത്രമാണ് അത് വരുന്നുള്ളൂ. വില്യം ടിൻഡെയിൽ ഓൾഡ് ടെസ്റ്റമെന്റും എഴുതിയിട്ടുണ്ട്, പക്ഷേ അത് പബ്ലിഷ് ചെയ്യുന്നതിന് മുമ്പ് അദ്ദേഹത്തെ കൊല്ലുകയുണ്ടായി. അതുകൊണ്ട് തന്നെ അത് പബ്ലിഷ് ചെയ്തിട്ടില്ല, സൊസൈറ്റിയിലേക്ക് അത് പബ്ലിഷ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് ന്യൂ ടെസ്റ്റമെന്റ് മാത്രമേ വില്യം ടിൻഡെയിലിന്റെ ബൈബിളിൽ ഉള്ളൂ. അടുത്തത് മൈൽസ് കവേർഡെയിലിന്റെ ബൈബിളാണ്. ഇറ്റ് വാസ് പബ്ലിഷ്ഡ് ഇൻ 1535. ഇറ്റ് വാസ് എ കംപ്ലീറ്റ് ബൈബിൾ. നെക്സ്റ്റ് ജനീവ ബൈബിളാണ്. ഇറ്റ് വാസ് പബ്ലിഷ്ഡ് ഇൻ 1557. വേഴ്സ് ഫോമിൽ വരുന്ന ബൈബിളാണ് ജനീവ ബൈബിൾ. നെക്സ്റ്റ് കിങ് ജെയിംസ് ബൈബിളാണ്. ഇറ്റ് വാസ് പബ്ലിഷ്ഡ് ഇൻ 1611. കിങ് ജെയിംസ് ഇനിഷ്യേറ്റീവ് എടുത്ത് പബ്ലിഷ് ചെയ്യുന്ന ബൈബിൾ ആയതുകൊണ്ടാണ് അതിനെ കിങ് ജെയിംസ് ബൈബിൾ എന്ന് പറയുന്നത്. ആക്ച്വലി ഇറ്റ് വാസ് റിട്ടൺ ബൈ എ ഗ്രൂപ്പ് ഓഫ് ഓതേഴ്സ്. മെയിൻലി വില്യം ടിൻഡെയിലിന്റെ ബൈബിളിനെ ബേസ് ചെയ്തിട്ടാണ് കിങ് ജെയിംസ് ബൈബിൾ വരുന്നത്. അതിലെ ഓൾഡ് ടെസ്റ്റമെന്റ് പബ്ലിഷ് ചെയ്യാത്തതും കൂടി ഇതിൽ കൺസിഡർ ചെയ്തിട്ടാണ് കിങ് ജെയിംസ് ബൈബിൾ 1611 പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് റിവൈസ്ഡ് ബൈബിൾ. ഇറ്റ് വാസ് പബ്ലിഷ്ഡ് ഇൻ 1962 and Holman's Standard Bible in 2004. That's all about Bible translations. Thank you.